ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2-ാമത്തെ അധ്യായം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ആരംഭിക്കാം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ നാം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, പിന്നെ സഭയിലെ വിശ്വാസികൾ, അങ്ങനെ നമ്മളുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള മറ്റ് ചില ആളുകളെ കുറിച്ചാണ് നമുക്കിവിടെ പറയുന്നത്. പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടെ 2-ാമത്തെ വാക്യത്തിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്: യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം. ഇത് ആർക്കൊക്കെ വേണ്ടി ചെയ്യണം എന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടി ആണത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്. അതായത് നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിൽ പലതരം ആളുകളുണ്ട്. നമ്മുടെ അയൽവാസികളുണ്ട്, അതുപോലെ തന്നെ ഭരണകർത്താക്കൾ, പഞ്ചായത്ത്, വില്ലേജ് തലം മുതൽ ഭരണകർത്താക്കളുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഭരണകർത്താക്കളുണ്ട്, നീതിപീഠങ്ങളുണ്ട്. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന മേലധികാരികളുണ്ട്. അതുപോലെ തന്നെ നാമുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. അതിനകത്ത് ഈ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് നാം പൊതുവെ മനസ്സിലാക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ നാം അവർക്ക് വേണ്ടി സഭയായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ ഈ സകല മനുഷ്യർക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വസ്ഥതയുള്ള, സാവധാനതയുള്ള, ഭക്തിയോടെയുള്ള ജീവിതത്തിന് ബന്ധപ്പെട്ടതായിട്ടുള്ള ആളുകൾ എന്നാണ് അവിടെ അർത്ഥം. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ആഫ്രിക്കയിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറിച്ച് നമ്മളുടെ ജീവിതത്തെ ഏതെങ്കിലും നിലയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതായ, നമ്മളുടെ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായ നമ്മുടെ അയൽവക്കത്ത് അല്ലെങ്കിൽ നമ്മുടെ ദേശത്തുള്ളതായ ആളുകളെ, അതുപോലെ തന്നെ നമ്മളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും, ആത്മീയ അധികാരങ്ങളെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭരണപരമായിട്ടുള്ള അധികാരങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നു ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വളരെ കുറവാണ്. നമ്മളങ്ങനെ നമ്മുടെ അയൽവാസികളെ ഓർത്ത് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? അവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് നാം നമ്മുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതായ എല്ലാ ആളുകളെയും നമ്മളുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. അത് അല്ലെങ്കിൽ അവർ നമ്മളുടെ ജീവിതത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാവധാനതയും സ്വസ്ഥതയുമുള്ള നമ്മുടെ ജീവിതത്തിന് അധികാരസ്ഥന്മാർ, ഭരണകർത്താക്കൾ തടസ്സമുണ്ടാക്കാവുന്നത് പോലെ തന്നെ നമ്മളുടെ നാം ഇടപെടുന്നതായിട്ടുള്ള മറ്റാളുകൾ, നമ്മുടെ ദേശത്തുള്ള ആളുകളൊക്കെ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്.
അതുകൊണ്ടാണ് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. വിശേഷാൽ അപ്പോൾ സകല മനുഷ്യർക്കും വിശേഷാൽ പ്രത്യേകിച്ച് രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി നമ്മളെ യാചനയും പ്രാർത്ഥനയും. ഇപ്പൊ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അതിലൊന്നാണ് പ്രാർത്ഥന. എന്നാൽ യാചന എന്നതായ ഒരു പദവും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എന്താണ് പ്രാർത്ഥനയും യാചനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ, യാചന എന്ന് പറയുന്നത് വളരെ ഹൃദയഭാരത്തോടെ ഹൃദയനുറുക്കത്തോടെ ഉള്ളതായ ഒരു പ്രാർത്ഥന എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് കേവലം ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് അത് വളരെ ശ്രദ്ധയോടെ ഹൃദയഭാരത്തോടെ വേണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ. അതാണ് യാചന എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ യാചനയും പറയുന്നുണ്ട്, പ്രാർത്ഥനയും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവിൽ നമുക്ക് യാചനയിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പക്ഷപാതം, ഈ പക്ഷപാതം എന്ന് പറയുന്നതും പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ യാചനയാണ്. അപ്പോൾ 3 വാക്കുകളാണ് അവർക്ക് വേണ്ടി അധികാരസ്ഥന്മാർക്കും ഭരണകർത്താക്കൾക്കും രാജാക്കന്മാർക്കും പിന്നെ നാമുമായിട്ട് ബന്ധപ്പെടുന്ന സകല മനുഷ്യരെയും സംബന്ധിച്ച് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായ കാര്യം: പ്രാർത്ഥന, പക്ഷപാതം, ഈ യാചന. പക്ഷപാതം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്കവിടെ കാണാനായിട്ട് എന്തിനു വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഞാൻ വിചാരിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സ്തോത്രം ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ പ്രത്യേകിച്ച് ഭരണകർത്താക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള ആളുകളല്ല നമ്മുടെ മുകളിലുള്ളത് എങ്കിൽ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നത് ഒരുപക്ഷെ മാനുഷികമായി ചിന്തിച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഭരണകർത്താക്കളെ നീക്കുന്നതും അവരെ സ്ഥാപിക്കുന്നതും ദൈവമാണ്. അത് ദൈവത്തിന്റെ സർവാധികാരത്തിൽ ദൈവം ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. അതിന്റെ യുക്തിയൊന്നും നമുക്കറിയില്ല, അതിന്റെ കാരണങ്ങൾ നമുക്കറിയില്ല. നാം പലപ്പോഴും ആഗ്രഹിക്കുകയും ഒരുപക്ഷെ വിശ്വാസികൾ പൊതുവിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചില ഭരണകർത്താക്കളൊക്കെ വരണം, നമ്മുടെ ദേശത്ത് വരണം, നമ്മുടെ രാജ്യത്ത് വരണം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിന് വിരുദ്ധമായിട്ടാണ് ഭരണകർത്താക്കൾ നമ്മുടെ രാജ്യത്ത് വന്നത്, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ. എന്നാൽ എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ അന്ന് നാം മനസ്സിലാക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം നന്മയെന്ന് വിചാരിച്ചതല്ല യഥാർത്ഥത്തിലുള്ള നന്മ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു, ഒരു രാജ്യത്തിന്റെ ദേശത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം അതിനെ ക്രമീകരിക്കുന്നതും അതിനുവേണ്ടി ഭരണകർത്താക്കളെ സ്ഥാപിക്കുന്നതും നീക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ദൈവമാണ് ഭരണകർത്താക്കളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി നന്ദി പറയുക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. അവരെ വെല്ലുവിളിക്കുകയും അവരെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഭരണകർത്താക്കളാരും തന്നെ വിശ്വാസികളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവര് വിശ്വാസത്തിന്റെ പ്രമാണങ്ങളൊന്നും പാലിച്ചുകൊണ്ടായിരിക്കില്ല അവരുടെ ഭരണം എന്ന് പറയുന്നത്. അവരുടെ ഭരണം പ്രത്യേകിച്ച് നമുക്ക് താല്പര്യമില്ലാത്ത നിലയിലും പ്രയോജനമില്ലാത്ത നിലയിലും ഒക്കെ ആവുമ്പോൾ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവവചനം ആവശ്യപ്പെടുന്നത് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണമെന്നാണ്. അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി യാചിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായിട്ടും കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ അത് കേവലം ഒരു യാന്ത്രികമായ ഒരു എക്സസൈസ് എന്നുള്ള നിലയിൽ മാത്രമേ അതിരിക്കുന്നുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം അവരെ നമ്മുടെ മേൽ അധികാരിയാക്കി വെച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനോ ദൈവസന്നിധിയിൽ യാചിക്കുവാനോ പക്ഷപാതം ചെയ്യുവാനോ സാധിക്കുകയില്ല.
അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഈ 4-ാമത്തെ വാക്യം ഈ ആദ്യത്തെ 3 വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കണമോ എന്ന് ചോദിച്ചാൽ ബന്ധപ്പെടുത്തി ചിന്തിക്കണം എന്നുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ പക്ഷപാതം ചെയ്യണം, പ്രാർത്ഥിക്കണം, യാചിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ എന്നുള്ളതായ, അവർ രക്ഷിക്കപ്പെട്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ഇച്ഛിക്കുന്നു, അതിനുവേണ്ടിയാണോ എന്നുള്ളതായ ഒരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു വെളിപ്പാട് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം പഠിച്ചപ്പോൾ അവിടെയും അവരുടെ ഒന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തില് സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഇവിടെ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിലും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ദൈവവചനത്തിന്റെ പൊതുവിലുള്ള പ്രമാണങ്ങളെ നാം എടുത്തു നോക്കിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവവചനത്തെ നാം പരിശോധിച്ചാൽ അങ്ങനെ ഏതെങ്കിലും ആളുകളോ ഏതെങ്കിലും രാജ്യങ്ങളോ ഒക്കെ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി, പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയോ നമുക്ക് വചനത്തിൽ കാണുവാനില്ല എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. ഇപ്പൊ കൊരിന്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൊരിന്തിലെ ആളുകൾ രക്ഷിക്കപ്പെടണം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് അവര് സുവിശേഷം കേൾക്കുകയും അവരെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും ദൈവത്തോടുള്ള അവരുടെ ഭക്തിയും ഭയത്തിൽ നിന്നും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ദൈവാത്മാവ് അവരിൽ പ്രവർത്തിച്ച് കൃപ കൊടുത്ത് അവരെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അതിന് നമ്മളുടെ പ്രാർത്ഥന ആണോ, അതെയോ മനുഷ്യർ അവരെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും തങ്ങളെ തന്നെ ത്യജിച്ച് ക്രൂശുമെടുത്ത് ഇടുങ്ങിയ വാതിലിലൂടെ ആ ഞെരുക്കമുള്ള വഴിയിലൂടെ പോകുവാൻ അവർ തയ്യാറാകുകയല്ലേ വേണ്ടത് എന്നുള്ളതായ ചോദ്യം ഉദിക്കുന്നുണ്ട്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരെ കുറിച്ചും പ്രത്യേകിച്ച് തന്റെ ചാർച്ചക്കാരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ യാചന എന്ന് പറയുന്നതുകൊണ്ട് അത് തൻ്റെ ഹൃദയത്തിൽ അവരെ കുറിച്ചുള്ളതായ ഒരു ഭാരത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ഒരാൾ രക്ഷിക്കപ്പെടുമെങ്കിൽ അതാണ് ദൈവിക പരിപാടിയെങ്കിൽ അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ കർത്താവോ ഒന്നും അങ്ങനെ ഒരു കൽപ്പന നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ അപ്പോസ്തലന്മാരാരെങ്കിലും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ വീണ്ടുജനം പ്രാപിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. എങ്കിലും ഈ 2 വാക്യങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലും തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും ഈ 2 വാക്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയും വേണം. എന്തായാലും പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് അപാകതയൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും എന്നുള്ളത് നമുക്കുള്ള വാക്തത്വമാണല്ലോ. പക്ഷെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആളുകൾ അങ്ങനെ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ ഇത് ഒരു അല്പം വിശദീകരിക്കാൻ പ്രയാസമുള്ളതായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ 2 വാക്യങ്ങൾ പൊതുവായിട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക, അതാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം. എന്നാൽ ഇന്ന് സുവിശേഷം പ്രസംഗിക്കാതെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇറാഖിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെ ചില പ്രാർത്ഥനകളും പ്രാർത്ഥനാ യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ഓരോ ദിവസവും ഓരോ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നു അതിനേക്കാൾ നല്ലത് കർത്താവ് അങ്ങനെ അല്ലല്ലോ കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ സകല ലോകവും പോയി
സുവിശേഷം അറിയിക്കണമെന്നുള്ളതാണ്. അതാണ് നമ്മളിൽ നിന്നും ഉളവാകേണ്ടതായിട്ടുള്ള കാര്യം. അത് ചെയ്യാതെ, അതിന് മനസ്സില്ലാതെ, അതിന് യാതൊരു താല്പര്യവുമില്ലാതെ നമ്മുടെ വീടിന്റെ സ്വസ്ഥതയിൽ ഇരുന്ന് നാം കുറച്ചു നേരം ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളത് സംശയമാണ്. എന്നാൽ അങ്ങനെയുള്ള ദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് അറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ദൈവവചന പ്രകാരം ശരിയുമാണ്. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നവരും അറിയാൻ കഴിയുന്നവരുമായിട്ടുള്ള പലരും നമ്മുടെ ദേശത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ, വടക്കേന്ത്യയിലൊക്കെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷത്തിനും അതുപോലെ തന്നെ സുവിശേഷത്തെ പ്രതി ബന്ധനത്തിൽ കിടക്കുന്നതായിട്ടുള്ള ആളുകളേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ യോഗ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സുവിശേഷം പറയുക, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അതാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നതായുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ രക്ഷ പ്രാപിച്ചാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതായിട്ടുള്ള പ്രാഥമിക ഘട്ടം മാത്രമല്ല ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അവൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ നടക്കുന്നതായ ഒരു കാര്യമല്ല. സത്യത്തിന്റെ ഒരല്പ പരിജ്ഞാനം ലഭിക്കുന്നത് വഴിയാണ് നാം രക്ഷയിലേക്ക് വരുന്നത്. എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്ന് പറയുന്നത് അതൊരു നീണ്ട കാലത്തെ ഒരു നീണ്ട കാലം ആവശ്യമുള്ളതായ ഒരു കാര്യമാണ്. നമുക്ക് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തേണ്ടതായിട്ടുള്ള ആവശ്യത്തെക്കുറിച്ച് ഇന്ന് പൊതുവിൽ ദൈവ മക്കളുടെ ഇടയിൽ, വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. കാരണം അതിന് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുന്നതിന് വളരെയേറെ അധ്വാനവും അതുപോലെ തന്നെ അറിഞ്ഞ സത്യത്തിന് നാം ചെവി കൊടുക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ പരിജ്ഞാനത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ദൈവത്തോട് തിയറിയായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം, ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവിക പരിപാടികളെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് കുറെ അറിയണം എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുകയോ പ്രസംഗങ്ങൾ കേൾക്കുകയോ ചെയ്താൽ അതൊരിക്കലും നമ്മെ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. കാരണം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് കേവലം ബൈബിൾ വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെ മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തീരുകയും നാം അതിന് വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ കടത്തിവിടുന്നതായിട്ടുള്ള വിവിധ സാഹചര്യങ്ങളിൽ നാം ദൈവത്തോട് വിശ്വസ്തത പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു പഠനമാകുന്നത്. ഉദാഹരണത്തിന് ഒരു ഡ്രൈവിങ് ഒരാള് പുസ്തകം വായിച്ച് പഠിച്ചതിന് ശേഷം വണ്ടി എടുത്ത് ഓടിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഫലം? അതല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് പുസ്തകം വായിച്ച് പഠിച്ചു, ഒരു വണ്ടിയുടെ എല്ലാ ഭാഗത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചു, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു, അതിനുശേഷം ഒരു വണ്ടി കേടായ ഒരു വണ്ടി കൈ കൊടുത്താൽ അവൻ ആ വണ്ടി ഒരിക്കലും നന്നാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ തിയറി മാത്രം നാം പഠിച്ചാൽ അത് നമുക്ക് ശരിയായ പ്രയോജനം ചെയ്യുകയില്ല. എന്നാൽ തിയറി ആവശ്യവുമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നാം പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദൈവം എനിക്ക് അനുവദിക്കുന്ന വഴിയിലൂടെ, ആ ഞെരുക്കമുള്ള വഴിയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ നാം അതിന് തയ്യാറാകുകയും ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നാം പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തീരും. അത് നമ്മളെ പരിജ്ഞാനത്തിലേക്ക് എത്തിക്കും. കേവലം നമ്മുടെ ബുദ്ധിയിലുള്ള അറിവല്ല പരിജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് ബുദ്ധിയിൽ കിട്ടുന്നതായിട്ടുള്ള അറിവ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം നാം സ്വായത്തമാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ അറിവിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഒരു പരിജ്ഞാനമായിട്ട് മാറുന്നത്. പലപ്പോഴും ആളുകൾക്ക് വചനം കേൾക്കാനായിട്ട് ഒക്കെ നല്ല താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്. അത് വ്യത്യസ്തമായി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ആളുകളിൽ നിന്ന് കേൾക്കുമ്പോഴൊക്കെ ആളുകൾക്ക് അത് വളരെ
താല്പര്യവും സന്തോഷവുമാണ്. വചനം കേൾക്കുന്നതിന് വേണ്ടി അനേക മൈലുകൾ യാത്ര ചെയ്തു പോകുന്നവരുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ആവശ്യമില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമുക്ക് ആരുടെയും പ്രസംഗം നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് കേൾക്കുന്നതായ ഒരു സംവിധാനവും ലോകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നാം ഇങ്ങനെ എത്ര കേട്ടാലും, ദൈവവചനം നാം എത്ര കേട്ടാലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നാം എത്തുകയില്ല. കുറേയേറെ വിവരങ്ങൾ, അറിവുകൾ നമ്മുടെ തലച്ചോറിൽ ശേഖരിക്കാം എന്നുള്ളതല്ലാതെ അത് നമ്മളെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുകയില്ല. പരിജ്ഞാനത്തിലേക്ക് നയിക്കണമെങ്കിൽ പരിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് വചനത്തിന്റെ അനുസരണമാണ്. വചനത്തോടുള്ള നമ്മുടെ താല്പര്യം നമുക്ക് ആവശ്യമാണ്. ഒരു ശിശു എത്രത്തോളം ഒരു പാലിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ അതേ നിലയിൽ നാം ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുന്നതിന് വേണ്ടി ദൈവവചനത്തോട് നമുക്ക് അതിന് താല്പര്യമുണ്ടാകുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ദൈവവചനം നമുക്ക് പലപ്പോഴും പല വിശ്വാസികളും എൻ്റെ ഇടയ്ക്കിൽ പല കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യം, എപ്പോഴും നമ്മൾ കൂടെ ധാരാളം ക്ലാസ്സുകളൊക്കെ എടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർക്കത് അതിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? വളരെയേറെ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് പോലും ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങളിൽ അത് പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിൽ പതിയാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ കേൾക്കുന്നതിൽ നമുക്കൊരു ആനന്ദമുണ്ട്, അതിനുശേഷം നാം അതങ്ങ് മറന്നു പോകുന്നു, വീണ്ടും കേൾക്കുന്നു, മറക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു ബോധ്യങ്ങളായോ ഒരു രൂപാന്തരമായോ അനുസരണമായോ ഒന്നും തീരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അത് ദുഷ്ടൻ വഴിയിൽ വീണ വിത്ത് എടുത്തു കളയുന്നത് പോലെ ആ വചനം എടുത്തു കളയുന്നു. അതല്ല എങ്കിൽ പാറമേൽ വീണ വിത്ത് പോലെ അത് മുളച്ചൊക്കെ വന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. അല്ല എങ്കിൽ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ അത് ഞെരുങ്ങി ഫലം കൊടുക്കാതെയായി. വചനം പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഫലം ഉളവാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്ന് ദൈവത്തിന് പ്രയോജനമുള്ളവരായി നാം തീരേണ്ടുന്നതിന് വേണ്ടിയാണ് നാം ദൈവവചനം പഠിക്കുന്നത്. അതല്ലാതെ കുറച്ചെന്തെങ്കിലുമൊക്കെ പഠിച്ച് അറിവ് സമ്പാദിക്കുക, അതിനുശേഷം മറ്റുള്ളവരോടുമൊക്കെ പറയുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നാം അനുസരണത്തിലേക്ക് കൊണ്ടുവരാത്തതായിട്ടുള്ള വചനം ഒന്നും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ ഓർക്കാൻ പോലും കഴിയുകയില്ല. നമ്മുടെ അനുസരണമായിട്ട് നമ്മുടെ വചന പഠനം മാറേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ സകല മനുഷ്യൻ രക്ഷപ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും അവൻ ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഇവിടെ ദൈവം ഒരുവനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനാണ്. ആ മധ്യസ്ഥൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല. ഇവിടെ മധ്യസ്ഥന്മാരെ ഒന്നും നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുവാനായിട്ട് കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അവിടെ മധ്യസ്ഥനായിട്ട് ഉള്ളത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവിനോട് നമുക്ക് സമീപിച്ച് ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയും യാചനയും പക്ഷപാതവും ഒക്കെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവിനോട് നമുക്ക് യാചിക്കുവാനായിട്ടും സാധിക്കും. അതിന്റെ വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവിലേക്കാണ് എന്നുള്ളതായ കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും മധ്യസ്ഥരാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് ദൈവത്തോട് നമുക്ക് സമാധാനമുള്ളത്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത്.
ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് മാത്രമേ പിതാവിങ്കിലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. നാം അതിനെക്കുറിച്ച് പലപ്പോഴും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം ചേരുകയാണ് നമ്മുടെ രക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ച് മാത്രമേ നമുക്ക് പിതാവുമായിട്ട് ബന്ധമുള്ളൂ എന്ന് പറയുന്നത്? നമ്മളത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിച്ചപ്പോഴും എഫേസ്യ ലേഖനം പഠിച്ചപ്പോഴും ഒക്കെ നമ്മളത് പഠിച്ചതാണ്. നമ്മോട് വായിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 30-ാമത്തെ വാക്യമാണ്. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവേശുവിൽ ഉള്ളതായ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും അതിന് അർഹതയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ക്രിസ്തുവേശുവിൽ നിന്ന് വേർപെട്ടിട്ട് ദൈവസന്നിധിയിൽ നമുക്കൊരു സ്വീകാര്യതയും ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യതയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവിന്റെ സന്നിധിയിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് നാം ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവനിൽ വസിക്കണം, കർത്താവിനുമായിട്ട് കൂട്ടായ്മയിൽ നടക്കണം, അവനിൽ വേരൂന്നി അവനിൽ വസിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ പ്രാധാന്യം വളരെയേറെയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ടൊക്കെ സ്വീകരിച്ചെന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ദൈവം ക്രമീകരിച്ചൊക്കെ അങ്ങ് ചെയ്യും, എനിക്ക് പിന്നെ വലിയ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം എന്നുള്ളതായ ഒരു പൊതുധാരണ ഇന്ന് ലോകത്ത്, ക്രിസ്തീയ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം ലോകത്ത് ദൈവം വെച്ചിട്ടില്ല, ക്രമീകരിച്ചിട്ടില്ല. നാം നമ്മുടെ രക്ഷയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുന്നു, യേശുക്രിസ്തുവിൽ ഇരിക്കുന്നു, യേശുക്രിസ്തുവിൽ വസിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നമ്മിലൂടെ ജീവിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം, ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷയിൽ അല്ലെങ്കിൽ മാനസാന്തരത്തിൽ സംഭവിക്കുന്നതായ കാര്യം. അങ്ങനെയുള്ളവർക്കാണ്, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ഒക്കെ ആയിത്തീരുന്നത്. കർത്താവ് അങ്ങനെയൊക്കെ ആയിത്തീരുന്നത് അങ്ങനെയുള്ളവർക്കാണ്. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ കർത്താവായ യേശുക്രിസ്തു നീതിയായി തീരുന്നില്ല. കർത്താവിൽ വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. കർത്താവിൽ നിന്ന് വേർപെട്ടൊരു നിലനിൽപ്പോ ഒന്നും നമുക്കില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. കർത്താവിൽ നിന്ന് മാറി ഒരു നിലനിൽപ്പ് ദൈവസന്നിധിയിൽ നമുക്കില്ല. അത് നാം ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തോന്നിയതുപോലെ സംസാരിക്കുവാനും തോന്നിയതുപോലെ ജീവിക്കുവാനും ഇടപെടുവാനും ഒന്നും ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല, അനുവദിക്കുന്നില്ല. നാം മരിച്ച് ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ വാക്കുകൾ ക്രിസ്തുവിന്റെ വാക്കുകൾ പോലെ ആയിരിക്കണം, നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിന്റെ ചിന്തകൾ പോലെ ആയിരിക്കണം. ഒരുപക്ഷെ ക്രിസ്തീയ ശൈശവ കാലഘട്ടത്തിൽ അതിനൊക്കെ ചില പോരായ്മകൾ ഉണ്ടാവാം. എന്നാൽ നാം കർത്താവിനോട് ചേർന്ന് സ്നാനപ്പെട്ട് ചില അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല, നാം തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു ആത്മീക അവസ്ഥയാണ്. ക്രിസ്തുവിൽ നമ്മെ പിതാവ് നോക്കുമ്പോൾ നാം ക്രിസ്തുവിലാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തുവിൽ കാണുന്ന ആളുകളെ മാത്രമേ പിതാവ് തന്റെ നിത്യതയിലേക്ക് ചേർക്കുന്നുള്ളൂ. ക്രിസ്തുവിലാണ് നാമെങ്കിൽ അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാവുന്നു എന്ന് നാം യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്.
നാം ക്രിസ്തുവിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മധ്യസ്ഥനായി പിതാവിന്റെ അടുക്കിലേക്ക് മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റൊരു മധ്യസ്ഥനില്ല. സഭയിലുള്ള ആരും, ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ആരും നമുക്ക് പിതാവിലേക്ക് ഉള്ള ഒരു മധ്യസ്ഥനല്ല. നമുക്ക് എല്ലാവർക്കും അന്യോന്യം പക്ഷപാതം ചെയ്യാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവകാശവും ഉത്തരവാദിത്വവും സാവകാശവും ഉണ്ട്. എന്നാൽ മധ്യസ്ഥനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് നാം കർത്താവിലാണോ? പിതാവ് നമ്മെ കർത്താവിൽ കാണുന്നുണ്ടോ? അതെയോ കർത്താവിൽ നിന്ന് വേർപെട്ട് സ്വന്തം ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ആളുകളായിട്ടാണോ നമ്മെ പിതാവ് കാണുന്നത്? കർത്താവിൽ ഉണ്ടെങ്കിൽ അവിടെ വീണ്ടെടുപ്പുണ്ട്, അവിടെ ജ്ഞാനമുണ്ട്, അവിടെ നീതീകരണമുണ്ട്, അവിടെ ശുദ്ധീകരണവുമുണ്ട്. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നമ്മൾ കൊലോസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പിതാവിന് പരിപൂർണരല്ലാത്ത ആരെയും സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. എന്നാൽ നമുക്ക് നമ്മിൽ തന്നെ പരിപൂർണത എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ നാം ക്രിസ്തുവേശുവിലാണ് എങ്കിൽ ക്രിസ്തുവേശുവിലുള്ളതായ പരിപൂർണത നമ്മുടെ മേൽ പിതാവ് കണക്കിടുന്നു. അതാണ് നമ്മളുടെ വീണ്ടെടുപ്പിന്, നമ്മുടെ നിത്യതയ്ക്ക് ആധാരമായിരിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വസിക്കുന്നു എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.